ഇതുവരെ എല്ലാം ഒരു ഡ്രീം പോലെയായിരുന്നു. പക്ഷേ ഇന്നത് റിയലായി. ഇന്ന് ഞങ്ങളുടെ ഗ്രാജുവേഷൻ ഡേ ആണ് ജോർജിയയിലെ. ഈ ഗൗണൊക്കെ ഇട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഒരു ചെറിയ ടെൻഷനല്ല, നല്ല ടെൻഷനുണ്ടെന്ന് തന്നെ പറയണം. ലാസ്റ്റ് നിമിഷം ആയപ്പോൾ ഒരു ടെൻഷൻ, പക്ഷെ നല്ല എക്സൈറ്റ്മെൻറ്റും ഉണ്ട് അടുത്ത് എന്താണ് എന്നോർത്ത്. ഗ്രാജുവേഷനായിട്ട് എന്താ തോന്നണേ? പേടി തോന്നുന്നു. വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടോ? പിന്നെ എല്ലാവരും വരുന്നുണ്ട്, പക്ഷെ അവരവിടെ ഇരുന്ന് കണ്ടോളാന്ന് പറഞ്ഞു. ആണോ? എന്താ ഗ്രാജുവേഷൻ എന്താ തോന്നണേ? ഭയങ്കര നെർവസ്നെസ്, ബാത്റൂമിൽ പോകണം. വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ? വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വരുന്നുണ്ട്? വീട്ടിൽ നിന്ന് ഞാൻ വരുന്നുണ്ട്, എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ. അലീനെ, ഗ്രാജുവേഷനായിട്ട് എന്താ തോന്നണേ? ടെൻഷനുണ്ടോ? ഇല്ലേ? ചെറുതായിട്ട് വിഷമമുണ്ട്, ചെറുതായിട്ട്. എല്ലാം ചെറുതായിട്ട്. ഗ്രാജുവേഷനായിട്ട് എന്താണ് തോന്നണേ? ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ടോ? നിനക്ക് ടെൻഷൻ ഉണ്ടോ? നിനക്ക് ടെൻഷൻ ഉണ്ടോടാ? എപ്പോഴും കോൺഫിഡൻസ്. ഇത്തിരി ടെൻഷൻ ഉണ്ട്. 6 വർഷം മുമ്പാണ് ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിൽ എത്തിയത്. അന്ന് കുറേ ഡൗട്ട്സും കുറേ ഡ്രീംസും ഒക്കെ ആയിട്ടാണ് ഇങ്ങോട്ട് വന്ന് കയറിയത്. പക്ഷേ ഇന്ന് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ കുറേ നല്ല മെമ്മറീസും കുറേ നല്ല ലെസൺസും ആയിട്ടാണ് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോകുന്നത്. എന്നെ ഞാനാക്കിയ ഒരു സ്ഥലവും കൂടിയാണ് ഈ ജോർജിയയും ഈ യൂണിവേഴ്സിറ്റിയും ഒക്കെ. എനിക്കറിയത്തില്ല വേറൊരു ഫേസ് ഓഫ് മൈ ലൈഫ് എടുത്തു കഴിഞ്ഞാൽ ഇത്ര ട്രാൻസിഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടും നന്ദിയൊക്കെ പറയാനുള്ളത് എൻ്റെ പേരൻസിനോടാണ്. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും എല്ലാവരുടെ പേരൻസിനോട് ഒരിക്കലും പറഞ്ഞാലും കൊടുത്താലും തീരാൻ പറ്റാത്ത കടപ്പാടാണുള്ളത്. താങ്ക് യു ഫോർ ബിലീവിങ് ഇൻ മീ. ഞാൻ പോലും വിശ്വസിച്ചില്ല എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. I did not use my medical knowledge to violate human rights and civil liberties, even under threat. I made this. ഇതൊരു തുടക്കം മാത്രമാണ്. ഇറ്റ്സ് ദി ബിഗിനിങ് ഓഫ് എവറിത്തിങ് ഐ വർക്ക് ഫോർ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ പറയുമ്പോഴും വോയിസ് ഓവർ ചെയ്യുമ്പോഴും എനിക്ക് പിന്നെ സങ്കടവും സന്തോഷമൊക്കെ വരുന്നുണ്ട്. എല്ലാം നന്നായി വരട്ടെ. സൈനിങ് ഓഫ്.